ഗുഡ് ഈവനിങ് ഓൾ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് അല്ലേ? സോ ഇന്ന് മാർക്കറ്റ് നമ്മൾ പ്രീവിയസ് ഡേ പ്ലാൻ ചെയ്ത പോലെ തന്നെ അല്ലെ ഒരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. സോ അതിനുശേഷം മാർക്കറ്റ് ഡയറക്ഷൻ തന്നോന്ന് ചോദിച്ചാൽ നോ അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റിൽ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രാവിലെ ഒരു ചെറിയ കൺഫർമേഷൻ ബേസ് ചെയ്ത് നമ്മൾ അപ്പ് സൈഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ ജസ്റ്റ് വിക്ക് അടിച്ചിട്ട് മാർക്കറ്റ് ത്രൂ ഔട്ട് മേളിലേക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. സോ സ്വാഭാവികമാണ് അല്ലേ, മാർക്കറ്റിൽ എസ് എൽ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എസ് എൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് മുമ്പോട്ട് വരുന്നുണ്ട്. സോ ഇന്നത്തെ കാര്യം എന്താണെന്ന് നോക്കിയാൽ മാർക്കറ്റ് യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് എന്താണ് കറണ്ട്ലി ഈ ഒരു സിറ്റുവേഷനിൽ ട്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ ട്രേഡ്സ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ഒരു കൺഫർമേഷൻ ബേസ് ചെയ്ത് ഒരു എൻട്രി എടുത്തു, ഓക്കെ ഫൈൻ. എഗെയിൻ നമ്മൾ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ, ആ പ്ലാന്റെ കണ്ടിന്യൂഷൻ മാർക്കറ്റ് തരുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള സെൽ ഓഫ് ഓർഡേഴ്സ് അവിടെ മാർക്കറ്റിലില്ല, ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു മൊമെന്റം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് കംപ്ലീറ്റ്ലി റേഞ്ച് ആയിരിക്കും. പിന്നെ ആ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിട്ട് കാര്യമില്ല. കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, താഴെ ഒന്നും അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ പ്ലാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ലെവൽസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വളരെയധികം അടിപൊളിയായിട്ട് തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ SNR ബേസ് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ പ്രോപ്പർ എൻട്രി മാർക്കറ്റിൽ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. സോ അടുത്ത ദിവസം നമ്മളെ മന്ത്ലി വെരിഫൈഡ് PNL കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സും വരുന്നുണ്ട്. സോ അധികം പറഞ്ഞ് വലിച്ചിട്ടുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വാ. സോ കറണ്ട്ലി ഇന്നത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കറണ്ട്ലി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. നോക്കി, നമ്മൾ ആ ഒരു പ്ലാൻ എവിടെയായിരുന്നു ഓർക്കണ്ടോ? പ്ലാൻ ഇന്നലെ നമ്മൾ ഇട്ടതാണ്, ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക്. സോ മാർക്കറ്റ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. പക്ഷെ ഇത്രയും നമ്മുടെ വിക്സ് ഒക്കെ ഹൈ ആയതുകൊണ്ട് വളരെ വോളറ്റൈലായിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കെല്ലാം ഒന്ന് മാറ്റാം. ഓക്കെ, സോ നമ്മൾ ട്രേഡ് എവിടെയായിരുന്നു എന്നുള്ളതൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലേക്ക് പോവാം. ഓക്കെ, കറണ്ട്ലി നോക്കിക്കേ സിറ്റുവേഷൻ കണ്ടോ, ഇവിടെ ഒരു ഡയറക്ഷൻ തരുന്നില്ല മാർക്കറ്റ്, കണ്ടിന്യൂഷൻ തരുന്നില്ല, മേളിലേക്ക് തരുന്നില്ല. ത്രൂ ഔട്ട് മാർക്കറ്റ് ഒരു റേഞ്ചിലാണ് നിൽക്കണേ അല്ലേ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ ഫൈൻ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 31st എവിടെയാണ്, ഇവിടെയാണ്. ഓക്കെ, സോ ഇതായിരുന്നു കണ്ടീഷൻ. നമ്മുടെ പ്ലാൻ എന്താ, ഇവിടുന്ന് ഈ ഒരു സോണിലേക്കാണ് പ്ലാൻ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ 49,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവൽ മാർക്കറ്റിലുണ്ട്. ഓക്കെ, 49,000. ഓക്കെ, ഈ ഒരു സോണിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് നമ്മളുടെ കണ്ടിന്യൂഷൻ ഇങ്ങോട്ടേക്കായിരുന്നു നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. സോ മാർക്കറ്റ് രാവിലെ തന്നെ നല്ല രീതിയിൽ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ് ആണ് മാർക്കറ്റ് തന്നിട്ടുള്ളത് അല്ലേ. എഗെയിൻ മാർക്കറ്റ് മേളിൽ ഓപ്പൺ ചെയ്തു. സോ നമ്മുടെ സൈക്കോളജിക്കൽ ലെവലിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ലോ വന്നു, എഗെയിൻ ഈക്വൽ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ഈക്വൽ ഹൈസിൽ എന്താ സംഭവം, ബേസിക്കലി എന്താണ് ഈക്വൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഈക്വൽ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ എന്താ ഉള്ളത്, നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കി. ഇവിടെ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സെല് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മേളിൽ എന്തുണ്ട്, ബൈ ഓർഡേഴ്സ് ഉണ്ട്. സോ എഗെയിൻ ഇവിടെ വരുമ്പോൾ സെൽ ഓഫ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ, ഇതിന് മുകളിലും ബൈ ഓർഡേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ എന്താണ്, ടാർഗറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലം അല്ല, ബൾക്ക് ഓർഡേഴ്സ് ഉള്ള സ്ഥലമാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ മൈൻഡ് സെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ലോജിക്കലി മനസ്സിലാക്കി വെക്കുക. സോ അങ്ങോട്ടേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ബേസ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു സെല്ലാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ സോ സെൽ ടു ബൈ എന്നുള്ളൊരു സിനാരിയോ ആണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ എഗെയിൻ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ഒരു റിവേഴ്സലാണ് വേണ്ടത്. സോ ഇവിടെ നമ്മൾ കൺഫർമേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ആരെയായിരുന്നു, ഇവിടെ നോക്കിയാൽ നമ്മൾ രണ്ടുപേരെ നോക്കും അല്ലേ. സോ ഇതായിരുന്നു നമ്മളുടെ ബ്രേക്ക് ചെയ്യേണ്ട രണ്ട് ലെവൽസ് അല്ലേ. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഈക്വൽ ഹൈസിനെ ടാർഗറ്റ് ചെയ്യാനായിരുന്നു നമ്മുടെ എന്ത് പ്ലാൻ, മനസ്സിലാവും. സോ ഇതിനുള്ളിൽ നമുക്ക് ഇതേപോലത്തെ ട്രേഡ്സ് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ. റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ സോ അവിടെ നമുക്ക് നമ്മുടെ മേജർ സോൺസ് ഉണ്ട്. പ്രീവിയസ് ഡേ
റേഞ്ചും സോണും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ. സോ എഗെയിൻ മാർക്കറ്റ് അവിടെ എന്ത് ചെയ്തു, യെസ് മാർക്കറ്റ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഈ പറയുന്ന കണ്ടീഷൻ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫ്യൂച്ചറിൽ തന്നിട്ടുണ്ടായിരുന്നു. യെസ് കണ്ടോ, യെസ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് യെസ് കണ്ടോ, ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, യെസ് ഇതിവിടെയാണ് സോൺ കണ്ടോ, യെസ് ഇതാണ് ലാസ്റ്റ് വന്നിട്ടുള്ള സിനാരിയോ ഫ്യൂച്ചറിൽ കണ്ടോ. അപ്പോൾ നമ്മളിവിടെ കൺഫർമേഷൻ നോക്കിയത് ഫ്യൂച്ചറും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നല്ല നല്ല ട്രേഡ്സ് നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺഫർമേഷൻ എടുത്ത് നോക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എഗെയിൻ എന്ത് ചെയ്തു, ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ല, യെസ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. സോ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണിലാണ്, യെസ് ഈ ഒരു സോണിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ് ഇതായിരുന്നു നമ്മുടെ ട്രേഡ് പ്ലാൻ. ജസ്റ്റ് 30 പോയിന്റ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ എൻട്രി ചെയ്തത് ഇതിൻ്റെ മിഡിലായിരുന്നു കേട്ടോ, അതാണ് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള എൻട്രി ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ നോർമലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഇതാണ് 45 പോയിന്റ്സ് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഇവിടെ ഒരു കീ ലെവലുണ്ട്, സോ ഇതൊരു കീ ലെവലാണ്. സോ ഇവിടെയാണ് നമ്മൾ ഈക്വൽ ഹൈ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു നമ്മളുടെ ടാർഗറ്റ് സോണ് എന്ന് പറഞ്ഞാൽ. സോ മാർക്കറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സിമ്പിളായിട്ട് ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടെ മേളിലേക്ക് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ടായിരുന്നു. യെസ് അതിനുശേഷം മാർക്കറ്റ് യെസ് ഈ ഒരു സോണി വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ. അതിനുശേഷം മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിലെ കംപ്ലീറ്റ് ഇതിന് താഴെ മാർക്കറ്റിൽ എന്തുണ്ട്, ഓർഡേഴ്സ് ഉണ്ട് അല്ലേ. യെസ് ഇതിന് രണ്ടിനും താഴെ മാർക്കറ്റിൽ എന്തുണ്ട്, ബൈ ചെയ്തേക്കുക സെൽ ഓർഡേഴ്സ് ഉണ്ട് അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. സോ അത് കംപ്ലീറ്റ്ലി മാർക്കറ്റ് വന്ന് ഗ്രാബ് ചെയ്തിട്ട് മേളിലേക്ക് പോവുകയാണ് മാർക്കറ്റ്. സോ ഇതൊക്കെ ഇവിടെ നടക്കുന്നതിൻ്റെ കാര്യം മാർക്കറ്റ് റേഞ്ച് ആയതുകൊണ്ടാണ്. സോ റേഞ്ച് മാർക്കറ്റിൽ നമ്മൾ ലിക്വിഡിറ്റീസ് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എങ്ങനെ ട്രാപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ നോക്കണം, മനസ്സിലാവും. സോ എന്നിട്ട് വേണം നമ്മൾ നോക്കാൻ. ഇവിടെ എന്താണ് ബൈ സൈഡ്, അപ്പോൾ ഈ ബൈ സൈഡ് സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് ഇവിടെയുള്ളത് അല്ലേ. സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലേ, സെൽ ബൈ ചെയ്തിട്ട് സെൽ ഓർഡേഴ്സ് ആണ് ഇവിടെ. ഇപ്പോൾ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ഓർഡർ വെക്കുക, താഴെ സെൽ ഓർഡർ അല്ലേ. അപ്പോൾ സെൽ ഓർഡർ താഴെ ഉണ്ടായിരുന്നു. സോ ഇവിടേക്ക് സെൽ ഓർഡർ ഉണ്ട്. സോ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മേളിലേക്ക് പുഷ് ചെയ്താണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലേ. എഗെയിൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ ഇതിവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് മാർക്കറ്റിൽ കണ്ടോ ഈ രീതിയിൽ മാർക്കറ്റ് വരികയാണ്. സോ അവിടെ ഒരു 1 മിനിറ്റിൽ നോക്കാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനുശേഷം എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കേസസ് ആണ്. എഗെയിൻ മാർക്കറ്റ് അവിടെ നിന്ന് പിന്നെയും എന്ത് ചെയ്യാണ്, മേളിലേക്ക് വന്നു. സോ ഇവിടെ ഓൾറെഡി മാർക്കറ്റിൻ്റെ തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നിട്ടുണ്ട് അല്ലേ. സോ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കംപ്ലീറ്റ്ലി അതൊരു റേഞ്ചിലാണ് അല്ലേ. അതിനുശേഷം നോക്കിക്കേ പിന്നെയും മാർക്കറ്റ് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നുവെച്ചാൽ മേളിലേക്ക് പോകാനുള്ള ഓർഡേഴ്സൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ എന്താണ്, ഇവിടെയൊക്കെ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന് മേളിലേക്ക് എന്തുണ്ട്, ഓർഡേഴ്സ് മാർക്കറ്റിലുണ്ട് അല്ലേ. സോ നമ്മൾ SL അടിച്ചതിന് ശേഷം ത്രൂ ഔട്ട് നമ്മളുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. ജസ്റ്റ് വിക്കിൽ നമുക്ക് SL വന്നു, അതിനുശേഷം ത്രൂ ഔട്ട് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് അതൊന്നും ആലോചിച്ച് ഇരുന്നിട്ട് കാര്യമില്ല അല്ലേ. ഇതൊക്കെ മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ്. നോക്കാന്നുണ്ടെങ്കിൽ ഒരു 1:7 നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഇന്നത്തെ ഹൈയിലേക്ക് റാലി ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. എന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു, ആ ഒരു സോണിലേക്ക് വന്നു, തിരിച്ച് റീടെസ്റ്റ് തന്നു. എഗെയിൻ മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് കണ്ടോ. ഇതായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തത്. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ആ ഒരു ടാർഗറ്റ് നമുക്ക് SL അടിച്ചതിന് ശേഷം വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ അല്ലേ, മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ എല്ലാ ദിവസവും മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല.
നടക്കില്ല അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോസിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് പിന്നെയും മാർക്കറ്റ് മേളിലേക്ക് പോയല്ലോ എന്നുള്ള തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സ്ട്രക്ചറിൻ്റെ ഒപ്പം 1 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ സ്ട്രക്ചറിൻ്റെ ഒപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഓർഡേഴ്സ് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ, മാർക്കറ്റിൻ്റെ മേളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓർഡേഴ്സ് ഇല്ലാത്ത കണ്ടീഷൻ, അവർക്ക് പുഷ് ചെയ്യാനുള്ള ഓർഡേഴ്സ് മാർക്കറ്റിൽ ബിൽഡ് ചെയ്താൽ മാത്രമല്ല മാർക്കറ്റ് മേളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ കുറേ റേഞ്ചിൽ പല സിനാരിയോസ് ഉണ്ടാവും. സോ അതിനെയൊക്കെ നമ്മൾ ലോജിക്കലി മനസ്സിലാക്കി എടുക്കണം. സോ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈസ് ഡെലിവറി ആണ്. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്ലാഗ് പാറ്റേൺ എന്നൊക്കെ പറയുന്ന പോലെ അതും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കറക്റ്റ് പ്രൈസ് ഡെലിവറി തന്നു. മാർക്കറ്റ് ഇതിനുള്ളിൽ ഇന്റേണൽ ക്രിയേറ്റ് ചെയ്ത് ഒറ്റയടിക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ട് അത് വന്നത് എങ്ങോട്ടാ, ഈ വന്ന പുഷിൻ്റെ ഡിമാൻഡിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അതിനും ഞാൻ അതിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സോ ഇതാണ് കറൻ്റ് ഉള്ള നമ്മുടെ സിറ്റുവേഷൻ. സോ ട്രേഡ്സിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് അറിയാം ടൈം നോക്കി കഴിഞ്ഞാൽ 11:30 ടൈമിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. 11:10 നമ്മൾ ട്രേഡ് എടുത്ത് കുറേ നേരം ഹോൾഡ് ചെയ്തിട്ട് 11:30 നമുക്ക് എന്ത് പറ്റിയിട്ടുള്ളത്, നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുള്ളത്. സോ അറിയാം ഈ മന്തിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ നമുക്ക് ലോസ് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്യണം, കാരണം മന്ത് എൻഡ് ആണ് അല്ലേ. പിന്നെ ഒരു ദിവസം ട്രേഡ് എടുത്ത് കാണിച്ചില്ലെങ്കിലോ, പ്രോഫിറ്റ് ആയതുകൊണ്ടാണോ കാണിക്കാത്തതെന്നുള്ള ചോദ്യം ഉത്തരം എല്ലാം വരേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ട്രേഡ്സും പ്ലാൻസും മനസ്സിലാക്കി. ഇതിന് ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം, ഇതിൽ നിന്ന് നമ്മളൊരു ലെസൺ പഠിക്കുകയാണ് അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ ഒരു ലെസൺ പഠിക്കുകയാണ്, അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം ഇന്ന് ആ ഒരു പ്രീമിയം എൻഡ് ചെയ്തിട്ടുള്ളത് 48,700 C ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻഡ് ചെയ്തിട്ടുള്ള 1250 സോ നമ്മളുടെ എൻട്രിയിലേക്ക് വരികയാണെങ്കിൽ കാണാം, നമ്മൾ എൻട്രി ഏകദേശം 876 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. 1 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 876 നമ്മുടെ എൻട്രി, കണ്ടോ. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് SL അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ എൻട്രി എടുത്ത് നമ്മൾ 30 പോയിന്റ്സ് ആണ് അവിടെ SL കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 874 കണ്ടോ. സോ നമ്മൾ SL വെച്ചിട്ടുള്ളത് 46 SL വെച്ചിട്ടുള്ളത്, കണ്ടോ. ഇതായിരുന്നു നമ്മളുടെ എൻട്രി ടാർഗറ്റ്. എല്ലാവരും അയ്യോ ചെറിയ പോയിന്റിന് മിസ്സായല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, അതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഇത് മിസ്സായാലോ എന്ന് പറഞ്ഞ് നാളത്തെ ട്രേഡ് മൊത്തം ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, അവിടെ നമ്മൾ ഈ SL മേടിച്ച് കയ്യിൽ വെക്കേണ്ടി വരും, മനസ്സിലായോ. ഇതേപോലെ ത്രൂ ഔട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ബുക്ക് ചെയ്യില്ല, നമ്മൾക്ക് വെറുതെ ഓവർ ലോസസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതിനുശേഷം മാർക്കറ്റ് ത്രൂ ഔട്ട് പോയോ, യെസ്. നിങ്ങൾക്കൂടെ സമയം നോക്കി അറിയാം 11:30 കണ്ടോ. യെസ്, ഇവിടെ ഓർഡേഴ്സിൽ നോക്കി നിങ്ങൾക്ക് അറിയാം കറക്റ്റ് 11:29 നമുക്ക് SL ആയിട്ടുള്ളത്, കണ്ടോ. SL എത്രയാ, 876 എടുത്തു, 846 നമ്മൾ SL വെച്ചത്. സോ 45 വരെ മാർക്കറ്റ് വന്ന് പുഷ് ചെയ്തു അല്ലേ. സോ ഇതൊക്കെ മാർക്കറ്റിലുള്ളതാണ്. സോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളത് മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ഒപ്പം മാർക്കറ്റ് പോകുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെയൊക്കെ കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ ട്രേഡോ കാര്യങ്ങളോ നോക്കാനില്ല, കാരണം സോ ഇതിനുള്ളിൽ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം വേണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്ന് എഗെയിൻ താഴേക്ക് തന്നെ പോവാം. അങ്ങനെ പല സിറ്റുവേഷൻസ് മാർക്കറ്റ് ഉണ്ടാക്കാം. ഇനി ഇവിടെ മാർക്കറ്റ് റേഞ്ച് ഉണ്ടാക്കാം, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാം, അവിടെ അക്യുമുലേറ്റ് ചെയ്ത് മാർക്കറ്റ് എഗെയിൻ എന്തെങ്കിലും ഡയറക്ഷൻ ചേഞ്ചസ് എപ്പോൾ ആണെങ്കിലും മാർക്കറ്റ് ഇതിനുള്ളിൽ ഉണ്ടാവാം. സോ കംപ്ലീറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മൂവ്മെൻ്റ് ആണെങ്കിലും വിക്സ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് മൂവ്മെൻറ്റ്. ഞാൻ പറയുന്നു മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് ഇതിന് ശേഷം മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര നാളും കണ്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കില്ല. വിക്സ് വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണ്, ഭയങ്കര വോളറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം, കണ്ടോ. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ഇന്നത്തെ പ്ലാൻ കാര്യങ്ങൾ. സോ നമ്മുടെ അപ്ഡേറ്റ്സിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രോപ്പറായിട്ട് കൺഫർമേഷൻസ്, ഗുഡ് മോർണിംഗിന് ശേഷം നമ്മളൊന്നും വെയിറ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കൊരു പ്ലാൻ കിട്ടട്ടെ, വെയിറ്റിംഗ് ടൈം പറഞ്ഞു. സോ എഗെയിൻ നമുക്ക് കണ്ടോ, യെസ് ഇവിടെ കൺഫർമേഷൻ നോക്കി, യെസ് ഇവിടെ കൺഫർമേഷൻ കിട്ടി, കണ്ടോ. ഇവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടി, മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് വന്നു. ഫൈൻ, എഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, സ്റ്റിൽ നമ്മുടെ സോണിലേക്ക് വന്നു, നമ്മളവിടെ എൻട്രി എടുത്തു, കണ്ടോ. ഈ കറക്റ്റ് ലെവലിൽ നമ്മൾ എൻട്രി എടുത്തു. അതിനുശേഷം SL തന്നു, മാർക്കറ്റ് എങ്ങോട്ട് പോയി, മുകളിലേക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 പറഞ്ഞു, ക്ലിയർ റേഞ്ച്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, മാർക്കറ്റ് നോക്കാന്നുണ്ടെങ്കിൽ കണ്ടില്ലേ 1 മിനിറ്റിലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്നു, അഗെയിൻ മാർക്കറ്റ് തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ
ഭയങ്കര റേഞ്ചാണ് മാർക്കറ്റ്. സോ നിങ്ങൾ നോക്കുമ്പോൾ വലിയ മൂവ്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വിക്സിന്റെ ആണ്. കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻ വിക്സ് ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇത്രയും വോളറ്റൈൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ റേഞ്ചിൽ കിടന്നായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ കാണിക്കുക. ഒരു ഡയറക്ഷനിലേക്ക് തരുന്ന ഇതിലും വലിയൊരു ഇമ്പൾസീവ് മൂവ് ആയിരിക്കും രണ്ട് സൈഡിലേക്കും പോവാം. കറന്റ് മാർക്കറ്റ് റേഞ്ചിലാണ്. പ്രീമിയം കാര്യങ്ങളും വളരെ ഹൈ ആയിട്ട് നിൽക്കാൻ. അപ്പൊ നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടില്ലേ. കറന്റ് ഡയറക്ഷൻ നമ്മൾ പ്ലാൻ എടുത്തതും അതിനുള്ളിൽ കൺസോൾട്ടേഷൻ അല്ലേ. അപ്പോൾ പ്ലാൻ കിട്ടിയിട്ട് എടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അതിനുള്ളിൽ എങ്ങനെ എടുത്താലും പ്രോബബിലിറ്റി ചാൻസും അതേപോലെ വിന്നിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വിന്നിംഗ് ആയിരിക്കില്ല അതിൻ്റെ അകത്ത് ഉണ്ടാവാം. ജസ്റ്റ് അതൊരു ഹോപ്പ് ആയിരിക്കും. അപ്പൊ അതിന്റെ മേലിൽ നമ്മൾ ട്രേഡ് നോക്കുന്നതിന് ബെറ്റർ എനിക്ക് തോന്നുന്നു നമുക്ക് പ്ലാനിലേക്ക് വന്നിട്ട് നോക്കാം. സോ എന്തായാലും വെയിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും നോക്കാം, വെറുതെ ഓവർ ട്രേഡ് ചെയ്യണ്ട. സോ മാർക്കറ്റിന്റെ വോളറ്റൈൽ കണ്ടീഷനിലുള്ള റേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു 500 റേഞ്ച് ഇപ്പോൾ ഇത്ര ഇമ്പൾസീവ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, ഇതാണ് കറന്റ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. സോ പ്ലാൻസ് നോക്കാനാണെങ്കിൽ സ്റ്റിൽ ഇനി എന്തൊക്കെയുണ്ട്, കുറെ കാര്യങ്ങളുണ്ട് മാർക്കറ്റിൽ അല്ലേ. ഈ പറയുന്ന ഇലക്ഷൻ എന്ത് ചെയ്യണം, കുറെ പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ച് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കോൾ ഓപ്ഷൻ മേടിച്ച് ഹോൾഡ് ചെയ്യട്ടെ എന്നൊക്കെയാണ്. സോ ഞാനൊന്നും പറയുന്നില്ല, നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. പ്രീവിയസ് ഇലക്ഷന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, സോ ഹയർ ടൈം ഫ്രെയിം എന്താണ് കണ്ടീഷൻ, ഡെയിലി നോക്കുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കണം. നമ്മുടെ വീക്കിലി അനാലിസിസ് കാര്യങ്ങൾ, വീഡിയോ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിട്ട് നമ്മളൊരു കംപ്ലീറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യാം. സോ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻസ് സ്വിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതാണ് കറൻ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ വേറെ എന്തെങ്കിലും നിങ്ങളെടുത്ത ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യട്ടെ എല്ലാവരും. സോ ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഇന്നത്തെ ഒരു ദിവസത്തെ ട്രേഡ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ റിസ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. റിസ്കിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് നമ്മളിന്ന് വളരെ റിസ്ക് കുറച്ചിട്ടാണ്. കാരണം 2 ദിവസം ഇന്നലെ നമുക്ക് ലോസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ നെറ്റ് മന്ത്ലി പി എൻ എൽ എന്താവുക, പ്രോഫിറ്റ് ആവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നെറ്റ് മന്ത്ലി പി എൻ എല്ലും അതുപോലെ വെരിഫൈഡ് പി എൻ എല്ലിൻ്റെ ലിങ്കും അടുത്ത ദിവസത്തിൽ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. സോ എല്ലാവരും ആ വീഡിയോയിലേക്ക് നോക്കുക കാര്യങ്ങളൊക്കെ. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം അല്ലേ. ഇനിയിപ്പോൾ കൂടുതൽ കഥകൾ പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്താണ് കറൻ്റ്ലി നിങ്ങൾക്ക് ഉണ്ടായ സിറ്റുവേഷൻസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ ഈ വീക്കെൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ മന്ത്ലി നിങ്ങൾ പ്രോഫിറ്റ് ആവുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും നല്ല എല്ലാവരും ചോദിക്കുന്ന കണ്ടീഷൻസിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് കണ്ടന്റ് നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സോ ഇനിയിപ്പോൾ അധികം കഥയൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.